നാളെ മഞ്ഞ വസ്ത്രം ഇടുന്നത് ഏറ്റവും ശുഭമാണ്. കാരണം കുളിച്ച് മഞ്ഞ വസ്ത്രം അണിഞ്ഞ് ഭഗവാന് മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് നെയ് ദീപം തെളിച്ച്, ഭദ്രദീപമായാൽ അത്രയും നല്ലത്, 5 തിരിയിട്ടിട്ട് ഭദ്രദീപം തെളിയിച്ച് ഐശ്വര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പൂജാകർമ്മങ്ങൾ ചെയ്യാം. എന്നിട്ട് നമുക്ക് പറ്റുന്ന ദാനം നൽകുക. ജലം, ഫലം, പണം. ദാഹിക്കുന്നവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കാം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാം. അങ്ങനെ അപ്പം സ്വർണം, വെള്ളി, അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിക്കുക, പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യത്തിന് നമുക്ക് നമ്മളുടെയൊക്കെ വീട്ടിൽ കാണും അല്ലേ, മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഉള്ള പിക്ചർ ഇല്ലാത്തവർ കാണില്ല. അങ്ങനെയാണെങ്കിൽ അത് വാങ്ങിച്ചോ, വാങ്ങിക്കുന്നതിന് എന്താ. അപ്പം ഇല്ലാത്തവർ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒരുമിച്ചിരിക്കുന്ന പടം, അല്ലെങ്കിൽ ലക്ഷ്മി നരസിംഹ ഭാവത്തിലുള്ള നരസിംഹമൂർത്തിയും ലക്ഷ്മി ദേവി ഒരുമിച്ചുള്ള പടം വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കാൻ ഏറ്റവും നല്ലതാണ്. എന്നിട്ട് മഞ്ഞളും അരി, അക്ഷത,